ഈഴവ സമുദായത്തിന് കുറഞ്ഞത് 4 മന്ത്രിസ്ഥാനമെങ്കിലും നൽകണമെന്ന് ശിവഗിരി മഠം. പിന്നോക്ക സമുദായ ക്ഷേമ വകുപ്പ് മന്ത്രിയെ നിയമിക്കണമെന്നും സ്വാമി സച്ചിദാനന്ദ ആവശ്യപ്പെട്ടു. ന്യൂനപക്ഷ ക്ഷേമത്തിന് പുറമെയാണ് ഈ ആവശ്യമെന്നും സ്വാമി കൂട്ടിച്ചേർത്തു. ശിവഗിരി മഠവുമായി ശ്രീനാരായണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു 9 പേര് ജയിച്ചു വന്നിട്ടുണ്ട്. ആ 9 പേരിൽ നിന്നും കേരളകൗമുദി എഡിറ്റോറിയൽ എഴുതിയിരുന്നു ഒരു 6 പേരെയെങ്കിലും മന്ത്രിമാരാക്കണം. ഞങ്ങൾ അതിൽ നിന്നും വേണ്ട യോഗ്യതയുള്ള 3-4 പേരെയെങ്കിലും മന്ത്രിമാരാക്കിയിരിക്കണം. അതാണ് ശിവഗിരി മഠത്തിൻ്റെ ആവശ്യം എന്ന് ബഹുമാനപ്പെട്ട നിയുക്ത മുഖ്യമന്ത്രിയെ അറിയിക്കുകയുണ്ടായി. അദ്ദേഹം അത് അനുഭാവപൂർവം ഉൾക്കൊള്ളും, അംഗീകരിക്കും, നടപ്പിലാക്കുമെന്നുള്ള പ്രത്യാശയാണ് ശിവഗിരി മഠത്തിനുള്ളത്. കേരളത്തിൽ ഏതാണ്ട് 42ഓളം പിന്നോക്ക സമുദായങ്ങളും ആ പിന്നോക്ക സമുദായങ്ങളുടെ എല്ലാം സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി പിന്നോക്ക സമുദായത്തിൻ്റെതായൊരു മന്ത്രി, പിന്നോക്ക സമുദായ ക്ഷേമ വകുപ്പ് മന്ത്രി കൂടി ഉണ്ടാകണം. അതിനുള്ള തീരുമാനവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ശിവഗിരി മഠം അഭ്യർത്ഥിക്കുകയാണ്. ചന്തു ചന്ദ്രശേഖർ വിവരങ്ങളുമായി ചേരുകയാണ്. ചന്തു, 4 മന്ത്രിമാർ വേണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ശിവഗിരി മഠം ഉന്നയിച്ചിരിക്കുന്നത്. ഈഴവ സമുദായത്തിൽ നിന്നും എന്തായാലും മന്ത്രിമാരുടെ കാര്യത്തിലൊക്കെ ഏകദേശം അന്തിമ തീരുമാനത്തിലേക്ക് കൂടി കടക്കുകയാണ്. അപ്പോൾ ഈ മഠത്തിന്റെ ആവശ്യം ഏത് രീതിയിലാകും പരിഗണിക്കുക? KPCC-യിൽ ഈ മന്ത്രിമാരെ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്ക് പുറത്തു പോയിരുന്ന സമയമാണ് സ്വാമിമാർ ഇവിടെ എത്തിയത്. അവർ കാത്തിരുന്ന ശേഷം കന്റോൺമെന്റ് ഹൗസിൽ VD സതീശൻ എത്തിയ സമയത്ത് അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ആവശ്യം പ്രധാനമായും ഉന്നയിച്ചത്. അതായത് ശ്രീനാരായണീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 9 പേർ നിലവിൽ ജയിച്ചു വന്നിട്ടുണ്ട്. ആ ജയിച്ചു വന്ന 9 പേരിൽ 6 പേരെ മന്ത്രിയാക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അത്രയും കഴിഞ്ഞില്ല എങ്കിൽ കുറഞ്ഞത് 3-4 പേരെയെങ്കിലും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ആവശ്യമാണ് ഈ പ്രധാനമായും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ മുന്നോട്ട് വെച്ചത്. അക്കാര്യം അദ്ദേഹം മാധ്യമങ്ങളോട് തുറന്ന് സംസാരിക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ പിന്നോക്ക സമുദായ ക്ഷേമ വകുപ്പ് എന്ന വകുപ്പ് മന്ത്രി ഉണ്ടാകണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. അതായത് ന്യൂനപക്ഷ ക്ഷേമത്തിന് പുറമെയാണ് ഇത്തരത്തിൽ ഒരു വകുപ്പും അതിനുവേണ്ടി ഒരു വകുപ്പ് മന്ത്രിയും ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ പട്ടികജാതി പട്ടിക വർഗ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുണ്ട്. അതിന് പുറമെ പിന്നോക്ക സമുദായ ക്ഷേമ വകുപ്പ് എന്ന ഒരു പുതിയ വകുപ്പ് രൂപപ്പെടുത്തണം. അതിനൊരു മന്ത്രി വേണമെന്ന ആവശ്യവും ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ 19 പേരുടെ ഒരു പട്ടിക പുറത്തുവിട്ടിരുന്നു. ഈ ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉള്ള 19 പേരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ഒരു പട്ടിക പുറത്തുവിടുകയും അത് കേരള കൗമുദി പത്രത്തിലടക്കം പ്രസിദ്ധീകരിക്കുകയും ചെയ്ത് നേരത്തെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ജയിച്ചതിന് ശേഷം അതിൽ 9 പേർ ജയിച്ചു വന്നിട്ടുണ്ട്. അതിൽ കുറഞ്ഞത് 4 പേരെങ്കിലും മന്ത്രിസ്ഥാനത്തേക്ക് ഉൾപ്പെടുത്തണമെന്ന് ശ്രീനാരായണ ധർമ്മസംഘം പ്രധാനമായും നിയുക്ത മുഖ്യമന്ത്രി VD സതീശനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ശരി ചന്തു.